മോളിവുഡ് അരങ്ങുവാഴുമ്പോൾ കോളിവുഡും ടോളിവുഡും റിലീസുകളില്ലാതെ പൂട്ടിയിരിക്കുന്നു. നോക്കാം വിശദമായി. അടുത്ത കാലത്തായി കോളിവുഡും ടോളിവുഡും നല്ല റിലീസുകളില്ലാതെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. തമിഴ് സിനിമയെ റിലീസുകൾ പിടിച്ചു നിർത്തിയെങ്കിലും ടോളിവുഡിൽ കാര്യമായി റിലീസുകൾ ഉണ്ടായില്ല. വെള്ളിയാഴ്ച മുതൽ തെലങ്കാനയിലെയും ആന്ധ്രയിലെയും നിരവധി സിംഗിൾ സ്ക്രീൻ സിനിമാ തിയേറ്ററുകൾ 10 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ബ്ലോക്ക് ബസ്റ്റർ റിലീസുകളുടെ അഭാവം, വേനൽ ചൂട്, IPL ക്രിക്കറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നിവ കാരണം തിയേറ്റർ നടത്തിപ്പ് വൻ നഷ്ടമാണ് എന്നാണ് എക്സിബിറ്റർമാർ പറയുന്നത്. തെലങ്കാനയിൽ മാത്രം 450 സിംഗിൾ സ്ക്രീൻ സിനിമാ തിയേറ്ററുകളാണുള്ളത്. അതിൽ 150 എണ്ണം ഗ്രേറ്റർ ഹൈദരാബാദിലാണ്. ചെറിയ നഗരങ്ങളിലെ സിംഗിൾ സ്ക്രീൻ തിയേറ്ററിന് ശരാശരി 10,000 മുതൽ 12,000 രൂപ വരെ പ്രവർത്തന ചെലവ് ഒരു ദിവസം വരും. ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിൽ ഏകദേശം 15,000 മുതൽ 18,000 വരെ രൂപയാണ് ചെലവ്. ഇപ്പോഴത്തെ വരുമാനത്തിൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് വലിയ നഷ്ടമാണ് എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. 4,000 രൂപയിൽ താഴെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിദിന വരുമാനം. ഒരു തിയേറ്റർ അടച്ചിട്ടാൽ ഒരു ദിവസം 4,000 രൂപയാണ് നഷ്ടം വരാൻ സാധ്യത. എന്നാൽ ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ ഏകദേശം 7,000 രൂപ നഷ്ടമാകുമെന്നും ഇവർ പറയുന്നു.